ഇന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടി സ്കോഡ കൈലാക്ക്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കൈലാക്ക് അല്ലേടാ. ഓണർ ഓണർ കൈലാക്കിൻ്റെ ഓണറാണ് പോകുന്നത്. ഇത് സ്കോഡ കമ്പനി പേരിട്ടതിന് കൈലാക്ക് എന്ന് പേരിട്ടതിന് കമ്പനി ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണിത്. ഞാനുള്ള സ്ഥലം നെല്ലിക്കുന്ന് ഹാർബറിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ പണിയെടുക്കുകയാണ്. സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. എന്തായാലും വണ്ടി ഒന്ന് കാണാം. ആണ് വണ്ടീൻ്റെ മുൻവശം. KL14 AG. എനിക്ക് വണ്ടിനെ കുറിച്ച് കുറേ അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ അറിയില്ല. പക്ഷേ വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടി ഇറക്കുന്ന സമയത്ത് എത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി കാണലുണ്ട്. ഇപ്പോഴാണെന്ന് ഫ്രീ ആയിട്ട് എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയത്. ആണ്ടാ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര പൊടിയുണ്ട്. വണ്ടി പോയി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വണ്ടിയൊക്കെ എല്ലാവരും കണ്ടതാണ്. വണ്ടി ഇറങ്ങിയിട്ട് കുറേ ആയി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഓണർ അപ്പുറം ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. വണ്ടി ജർമ്മനാണ്. ഡോർ അടക്കട്ടെ, ഇല്ലെങ്കിൽ പൊടി നിറയുമ്പോൾ. അടിപൊളിയായിട്ടതാ. വണ്ടിയിൽ കയറുമ്പോൾ വണ്ടി ഓണാക്കിയിട്ടൊന്നുമില്ല. വണ്ടിയിൽ കയറുമ്പോൾ തന്നെ സ്കോഡ എന്നുള്ളത് വന്ന് സ്കോഡാൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ സ്വിച്ച് കൺട്രോൾ ഉണ്ട് സ്റ്റിയറിങ്ങിൽ തന്നെ. പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓപ്ഷനാണ്, ടെർബോ എഞ്ചിനാണ്. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് ജർമ്മനാണ്, ജർമ്മൻ. മൈലേജ് ഞങ്ങളിപ്പോൾ ഈ റോഡിലാണ് ഓട്ടിയത് കേട്ടോ. ഈ കാണുന്ന റോഡിലല്ലേ, ഈ റോഡിലേക്ക് ഓട്ടിയിട്ട് അത്യാവശ്യം മൈലേജ് കാണിക്കുന്നുണ്ടോ. ഹൈവേയിൽ മംഗലാപുരത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഹൈവേയിൽ 19 കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 19 മൈലേജൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ സീറ്റ് കൂളിംഗ് ഉണ്ട്. മറ്റേ സീറ്റാണ്. ഇതൊക്കെ ടച്ചാണ്. ഇതും ഫാനും ടച്ചാണ്. ഈ ഗിയർ നോബിൻ്റെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡോറിൽ മിറർ കൺട്രോൾ ഉണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കുറേ തേങ്ങ പറയാണെന്ന് അറിയില്ല. ഇനി എല്ലാവരും പറയുന്ന പോലെ ഇത് ലെതറാണോ അതാണോ ഇതാണോ ഒന്നും അറിയില്ല കേട്ടോ. ലുക്ക് വേറെ തന്നെ ലുക്ക് കേട്ടോ. ജർമ്മനാണ്, ജർമ്മൻ എപ്പോഴും ശരിയാവില്ലല്ലോ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നല്ല വലിയ വിശാലമായ റൂഫ് ടോപ്പ് ഉണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട്. ജർമ്മനാകുമ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തല്ലിക്കൊല്ലും. ഏതായാലും സ്കോഡ കൈലാക്ക്. ഓക്കെ, ഞാൻ ഈ വണ്ടി കൈമാറാണ്. അപ്പോൾ ബൈ ബൈ കൈലാക്ക്. ഞാൻ നേരത്തെ ഈ വണ്ടിനെ കുറിച്ച് കുറേ കൊണടിച്ചില്ലേ. ജർമ്മൻ വണ്ടി സ്കോഡ കൈലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാക്കിൻ്റെ ഓണറെ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് കൈലാക്കിൻ്റെ ഓണർ, സിയാദ് നയമറൂല. ഹിറ്റായതാണ്. കമ്പനിക്കൊരു കമ്പനി പേര് ചോദിച്ച് പേര് പറഞ്ഞെടുത്ത് സ്കോഡ ഗിഫ്റ്റായിട്ട് കാറും കൊടുത്ത്. ഇങ്ങനെയൊക്കെയാണോ? ഇനി വേറെ ഏതെങ്കിലും വണ്ടിക്ക് പേരിടാണെങ്കിൽ പറയണേ, പേര് സെലക്ട് ചെയ്ത് തരണേ. തോന്നില്ല ഞാൻ ആദ്യമായിട്ട് സ്കോഡയുടെ കൈലാക്ക് ഡ്രൈവ് ചെയ്ത് വണ്ടി തന്നതിന് താങ്ക് യു ഒരുപാട് താങ്ക് യു. ഞങ്ങള് വൈകുന്നേരം ചായ കുടിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ രാത്രി 6:30 മണിയല്ലേ, 6:45 ഞങ്ങള് വൈകിപ്പോയി. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് ഇനി അടുത്തൊരു വണ്ടിയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.